എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ഉണ്ണിമോടെ അയ്യപ്പസ്വാമിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ഉണ്ണിമോളും ഗിരിദേവനും വനമാലി ഭാവയും കൂടെ എല്ലാം നടക്കുവാണ്. ഈ സമയത്ത് ഉണ്ണിമോള് പറഞ്ഞു, എന്നാലും ആ രേഖാചിത്രം വരയ്ക്കുന്ന ചേട്ടനുണ്ടല്ലോ, എന്നെ കൊല്ലാൻ വേണ്ടിയിട്ടാ വീട്ടിലേക്ക് വിളിച്ചോണ്ട് പോയത്. കൃത്യസമയത്ത് തന്നെ വനമാലി ചേട്ടൻ വന്നുകൊണ്ടാ ഞാൻ രക്ഷപ്പെട്ടേന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോ ഗിരിദേവൻ പറഞ്ഞു, അങ്ങനെ പറയരുത് ഉണ്ണിമോളെ. ആ ചേട്ടനുണ്ടല്ലോ ഉണ്ണിമോളെ കൊല്ലാൻ വേണ്ടി കൊണ്ടുപോയതൊന്നുമല്ല, മനഃപൂർവ്വം അല്ല. ആ ചേട്ടന്റെ മോളെ ആ ഗുണ്ടകൾ തടഞ്ഞു വെച്ചില്ലേ, അപ്പൊ ആ ചേട്ടന്റെ മോളെ രക്ഷിക്കാൻ വേണ്ടിട്ടാ ആ ചേട്ടൻ അങ്ങനെ ചെയ്തേന്ന് പറയാം. അല്ല, ഞാൻ അപകടത്തിലാന്ന് വനമാലി ചേട്ടൻ എങ്ങനെ അറിഞ്ഞെന്ന് ചോദിക്കാം. അത് പിന്നെ വനമാലി ചേട്ടൻ ഒരാളെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എപ്പോഴും അവരോടൊപ്പം ഉണ്ടാവും. അവർക്ക് എന്തെങ്കിലും ആപത്ത് വന്നിട്ടുണ്ടെങ്കിൽ അത് വനമാലി ചേട്ടൻ അറിയാൻ സാധിക്കുമെന്ന് പറയാം. ഉണ്ണിമോൾക്ക് ഇതൊക്കെ കേട്ടപ്പോ അത്ഭുതമായിരുന്നു. പിന്നീട് വനമാലി പറഞ്ഞു, എന്നാ നമുക്ക് വീണ്ടും കാണാം കേട്ടോ ഉണ്ണിമോളെ എന്ന് പറയണം. ഏയ് അങ്ങനെ കാണുമല്ല വനമാലി ചേട്ടാ, കാരണം ഞാൻ എന്റെ വീട്ടിലേക്ക് പോവാന്ന് പറയണം. ഇത് കേട്ടതും വനമാലി പറഞ്ഞു, ഉണ്ണിമോളെ ഞാൻ ഇവിടെ വെച്ച് വീണ്ടും കാണുന്നു പറഞ്ഞിട്ട് വനമാലി അങ്ങോട്ട് പോവാണ്. അതെന്താ ഗിരിദേവ വനമാലി ചേട്ടൻ അങ്ങനെ പറഞ്ഞേ, ഞാൻ ഇന്ന് എന്റെ വീട്ടിൽ പോവല്ലേന്ന് ചോദിക്കുകയാണ്. ഗിരിദേവൻ പറഞ്ഞതേ, ഞാനിപ്പോ വരാന്ന് പറയണം. ആ സമയത്ത് ഗുളികൻ അവിടെ വന്ന് നിപ്പുണ്ടായിരുന്നു. ഗുളികനെ ഗിരിദേവൻ കണ്ടു. അങ്ങനെ ഗിരിദേവൻ നേരെ ഗുളികന്റെ അടുത്തേക്ക് ചെല്ലുവാണ്. ഗുളികന്റെ അടുത്തേന്ന് പറഞ്ഞു, എനിക്കറിയാൻ പറ്റുന്നുണ്ട് ഈ മുഖത്ത് ഉണ്ണിമോളെ കൊല്ലാൻ പറ്റാത്തതിന്റെ സങ്കടഭാവമല്ല, കാരണമുള്ള ഒരു ക്രോധഭാവമാണെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് പറയണം. ഇത് കേട്ട് ഇങ്ങനെയൊന്ന് ഗുളികനൊന്ന് നോക്കുവാണ് ഗിരിദേവരെ. പിന്നീട് പറഞ്ഞു, ശിവപുത്ര എന്റെ വഴിയിൽ തടസ്സമായിട്ട് അങ്ങ് വരില്ലെന്ന് പറയാണ്. എന്റെ കർമ്മം ചെയ്യാനായിട്ട് അനുവദിച്ചാണെന്ന് പറയാം. ഇത് കേട്ടതും ഗിരിദേവൻ പറഞ്ഞു, അതെ, ഉണ്ണിമോളുടെ ആയുസ് എത്തിയതിനു ശേഷം മാത്രമേ ഉണ്ണിമോള് തീർക്കാണ്ട് സാധിക്കുള്ളൂ എന്ന് പറയാം. ഉണ്ണിമോളെ ഇല്ലാതാക്കാണ്ട് സാധിക്കുള്ളൂ. അതിനു മുമ്പ് ഒരിക്കലും ഉണ്ണിമോള് മരിക്കാൻ പാടില്ലെന്ന് പറയാം. ഇല്ല, എന്നെ വെല്ലുവിളിച്ചോണ്ടാ അങ്ങൊന്ന് ഇതൊക്കെ ചെയ്യുന്ന എനിക്കറിയാം. ഇന്ന് 2-ാം ദിവസമാണ്. ഈ 2-ാം ദിവസം അവളെ എനിക്ക് ഇല്ലാതാക്കിയാൽ മതിയാവുള്ളൂ പറയാം. ഇത് കേട്ടതും ഗിരിദേവൻ പറഞ്ഞു, ഇല്ല, അതൊന്നും ഒരിക്കലും നടക്കാൻ പോകുന്ന കാര്യമല്ല. ഓ, അപ്പൊ എന്നെ ശിവപുത്രൻ വെല്ലുവിളിക്കുകയാണോന്ന് ചോദിക്കണം. ഇത് കേട്ടതും ഗിരിദേവൻ പറഞ്ഞു, ഞാനാരെ ഇന്നുവരെ വെല്ലുവിളിച്ചിട്ടില്ല, അതിന്റെ ആവശ്യം എനിക്കില്ല എന്ന് പറയണം. അതെ, ശിവപുത്രൻ ഒരു കാര്യം വിചാരിക്കണം, ഞാനും ശിവാംശം തന്നെയാണെന്ന് പറയണം. പക്ഷെ എന്റെ മാർഗത്തിന് തടസ്സമായിട്ട് അങ്ങൊന്നും വരില്ലെന്ന് പറയണം. ഇത് കേട്ടതും ഗിരിദേവൻ പറഞ്ഞു, അതെ, 3-ാം ദിവസം ആ ഒരു 3-ാം യാമത്തിന് മുന്നേ ഒന്നും ഉണ്ണിമോളെ എന്താണെങ്കിലും ഇല്ലാതാക്കാനായിട്ട് പറ്റത്തില്ല. ഇതൊരു വെല്ലുവിളിയായിട്ട് ഏറ്റെടുത്തോ എന്നും പറഞ്ഞിട്ട് ഗിരിദേവൻ ഇങ്ങോട്ട് പോരുവാണ്. ആ സമയം ഗുളികൻ ഇങ്ങനെ രൂക്ഷമായിട്ട് ഇങ്ങനെ ഗിരിദേവനെ തന്നെ നോക്കുവാണ്. അയാൾക്ക് മനസ്സിലായി, ഇടയ്ക്ക് അയ്യപ്പസ്വാമി ഉള്ളതുകൊണ്ട് ഉണ്ണിമോളെ തീർക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. കാരണം അധികാരികളുടെ കൂട്ടുപിടിച്ച് ഉണ്ണിമോളെ ഇല്ലാതാക്കാനായിട്ടാണ് ശ്രമിച്ചത്. പക്ഷെ അധികാരികളെ പോലീസ് അറസ്റ്റ് ചെയ്തോട് കൂടിയിട്ട് ഗുളികന്റെ ആ ശ്രമം അങ്ങോട്ട് പരാജയപ്പെടുകയും ചെയ്തേ. അതിന്റെ ഒരു വിഷമം അയാളുടെ മുഖത്തുണ്ടായിരുന്നു. പിന്നീട് അനസൂയയും വിനോദും കുറച്ച് ആൾക്കാരും കൂടി ആ ശിവലിംഗത്തിന്റെ അടുത്ത് നിൽക്കുകയാണ്. ആ സമയത്ത് തിരുമേനി തന്ത്രികളൊക്കെ അവിടെയുണ്ട്. അവര് വേണ്ടുന്ന ശിവലിംഗത്തിന് വേണ്ടുന്ന കലശാഭിഷേകം കാര്യങ്ങളും എല്ലാം നടത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവൻ നിൽക്കുന്ന സമയത്ത് വിനോദ് ചോദിച്ചു, അല്ല, ഈ ശിവലിംഗം എങ്ങനെ ഇവിടെ വന്നേന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട് ഞാൻ പറഞ്ഞു, ഇതേ ഒരു മോളുണ്ടാക്കിയതാന്ന് പറയാണ്. പക്ഷേങ്കില് ഇതിനകത്ത് ശിവചൈതന്യം ഉണ്ടായി. അതുകൊണ്ട് ശിവഭഗവാന്റെ ആഗ്രഹമായിരിക്കും ഈ ശിവലിംഗം ഇവിടെ വേണമെന്നുള്ളത്. ഇനി ഇത് എങ്ങോട്ടും കൊണ്ടുപോകാനായിട്ടൊന്നും പറ്റത്തില്ല. അതുകൊണ്ട് ഇത് ഇവിടെ തന്നെ പ്രതിഷ്ഠിച്ചു വെച്ച് ഇവിടെ തന്നെ ഇനി പൂജകളൊക്കെ നടത്തണമെന്ന് പറയാണ്. ഇത് കേട്ടതും അനസൂയയും വിനോദും പരസ്പരം നോക്കണം. അവർക്ക് അധികം കാര്യങ്ങളൊന്നും മനസ്സിലായില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പായി, തങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് എത്തിച്ച ഒരുപക്ഷെ അയ്യപ്പസ്വാമി തന്നെയായിരിക്കും. തങ്ങൾ ശിവഭഗവാനോട് പ്രാർത്ഥിക്കാനായിട്ട് ഇറങ്ങി തിരിച്ച അവസാനം ഈ ശിവലിംഗത്തിനടുത്താ തങ്ങൾ എത്തിയെന്നുള്ള കാര്യം. പിന്നീട് തിരുമേനി പറഞ്ഞു, അതെ, ശിവഭഗവാൻ എന്ന് പറഞ്ഞാൽ ആരാ? സാക്ഷാൽ മൃത്യുഞ്ജയനല്ലേ. അപ്പൊ അദ്ദേഹത്തിന് അനുഗ്രഹം മേടിക്കാനുള്ളവരെല്ലാം ഇവിടെ വന്ന് പ്രാർത്ഥിക്കും. സാധാരണ ക്ഷേത്രങ്ങളിൽ പോയി പ്രാർത്ഥിക്കുന്ന, പക്ഷെ ഇപ്പോൾ ഒരു ശിവലിംഗം ഇവിടെ വന്നിട്ടുണ്ട്. ഈ ശിവലിംഗത്തിന് ശിവസാന്നിധ്യം ഉണ്ടെന്നാ, കാരണം ഇതിന് ചൈതന്യമുണ്ട്. ഇതിവിടെ നമ്മൾ ഇനി പ്രതിഷ്ഠിക്കണം. ഇവിടെ ഒരു ക്ഷേത്രം പണിയാൻ വേണമെന്ന് പറയണം. ക്ഷേത്രം പറയണമെന്ന് പറഞ്ഞു കേട്ട തന്നെ അവിടെ ചുറ്റും കൂടി ആൾക്കാർ പറഞ്ഞു, അതിനൊക്കെ ഒത്തിരി പൈസ ആവില്ലേ തിരുവേനി ചോദിക്കുക. അതേ, പൈസയാവും. അത് നമ്മളെല്ലാരും കൂടെ ചേർന്ന് അത് നടത്തണമെന്ന് പറയണം. ഇത് കേട്ടതും ഒരാൾ പറഞ്ഞു, അതെ, പണിത് അന്നത്തെ ആഹാരം ഉണ്ടാക്കി കഴിക്കുന്നവരാ ഞങ്ങളുടെ കയ്യിൽ എവിടുന്ന തിരുമേനി അതിലുള്ള പൈസയൊന്നും ഇല്ലാന്ന് പറയണേ. അത് നിങ്ങൾ പൈസ ഉണ്ടാക്കണമെന്ന് പറയണില്ല, എല്ലാരും കൂടി ചേർന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പാടില്ലെന്ന് വെക്കും. അപ്പൊ അവര് പറഞ്ഞു, ഞങ്ങളെ കൊണ്ട് കൂടുന്ന കാര്യമൊന്നും അല്ല തിരുമേനി എന്ന് പറഞ്ഞുകൊണ്ട് അവരങ്ങോട്ട് പോവാണ്. ഈ സമയം വിനോദ് പറഞ്ഞു, തിരുമേനി ഞാൻ നോക്കട്ടെ, എന്നെ കൊണ്ട് എന്റെ കയ്യിൽ അത്രയും പൈസ എടുക്കാൻ കാണത്തില്ല, പക്ഷെ ഞാൻ ഇതിനു വേണ്ടി മുന്നിട്ടിറങ്ങാം. ഇവിടെ ഒരു ക്ഷേത്രം പണിയുന്നതിന് വേണ്ടി ഞാൻ മുന്നിട്ടിറങ്ങാന്ന് പറയാണ്. ഇതേടെ തിരുമേനി ചോദിച്ചു, മുമ്പ് നിങ്ങൾ ഇവിടെ എങ്ങും കണ്ടിട്ടില്ലോ, പിന്നെ എന്താന്ന് ചോദിക്കണം.
അത് ഞങ്ങള് ഇവിടെ അപ്രതീക്ഷിതമായിട്ട് എത്തിപ്പെട്ടതാ. ഞങ്ങള് ശിവക്ഷേത്രത്തിലേക്ക് പോയതാ. പക്ഷെ പോകുന്ന വഴിക്ക് ഞങ്ങളുടെ കാറ് കേടായി. അവസാനം ഇവിടെ എത്തിച്ചേർന്നു. ഇവിടെ എത്തിച്ചേരാനായിരുന്നു ഒരു പക്ഷെ ശിവഭഗവാന്റെ മനസ്സിലുള്ളത്. കാരണം ഞങ്ങൾ ഇവിടെ എത്തിച്ചേരണമെന്ന്, ഇവിടെ ഒരു ക്ഷേത്രം പണിയാനായിട്ട് ഞങ്ങൾ സഹായിക്കണം എന്നുണ്ടായിരിക്കും. അതുകൊണ്ടായിരിക്കും ശിവഭഗവാൻ ഞങ്ങളെ ഇങ്ങോട്ടേക്ക് എത്തിച്ചതെന്ന് പറയാണ്. അങ്ങനെ അവര് സംസാരിക്കുകയാണ്. ഈ സമയം ആതിരെ അഖിൽമോനും പൂജാമുറിയിലേക്ക് വരുവാണ്. അങ്ങനെ അവരൊന്നിങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും അവിടെ കുറച്ച് പൂക്കളിരിക്കുന്നു. അതിനകത്ത് കുറച്ചെണ്ണം വാടി ചുമന്നിരിക്കുന്നു. ബാക്കിയെല്ലാം വൈറ്റ് കളറിലാണ്. പിന്നീട് അഖിൽമോൻ അതുകൊണ്ട് നിന്നുവാണ് 1 2 3 എന്നും പറഞ്ഞ് എണ്ണി. എന്നിട്ട് പിന്നീട് ആതിരയോട് നിങ്ങൾ നോക്കി ആതിര ചേച്ചി, ഇതിനകത്ത് കണ്ടോ, ഇതിനകത്ത് കുറച്ച് പൂവ് റെഡായിട്ടുണ്ട്, ബാക്കിയെല്ലാം വൈറ്റ് തന്നെയാ, കുറെ വൈറ്റ് പൂക്കളുണ്ടെന്ന് പറയാണ്. ആഹാ, ഇത് കൊള്ളാലോ, ഈ വാടിയ പൂക്കളൊക്കെ എന്തിനാ ഇവിടെ വെച്ചോണ്ടിരിക്കുന്നത്, നമുക്ക് ഇതെടുത്ത് കളയാന്നും പറഞ്ഞോണ്ട് ആതിര എന്ത് ചെയ്യണം, അതെടുത്ത് കളയാനായിട്ട് അങ്ങ് തുടങ്ങുമ്പോഴത്തേനും മിനി അങ്ങോട്ട് വന്നു. അത് തുടരുന്ന് പറയാണ്. എന്താമേ, എന്താ തൊട്ടാല്, ഇത് വാടിയ പൂക്കളല്ലേ, ഇതെടുത്ത് കളഞ്ഞാൽ എന്താ കുഴപ്പം? അതെടുത്ത് കളയില്ലെന്ന് പറയാണ്. എന്താമേ, എടുത്ത് കളയില്ലെന്ന് പറഞ്ഞാ എടുത്ത് കളയില്ല, ഇങ്ങോട്ട് മാറി നിൽക്കാനും പറഞ്ഞ കയ്യെ പിടിച്ചങ്ങോട്ട് മാറ്റി നിർത്തുവാണ്. പെട്ടെന്ന് ജയൻ അങ്ങോട്ട് വന്നിട്ട് ചോദിച്ചു, എന്താ ഇവിടെ ഒച്ചപ്പാടും വേളെന്ന് ചോദിക്കുക. അഖിൽമോനും പറഞ്ഞു, അതെ ആതിര ചേച്ചിയും വല്യമ്മൻ തമ്മിലാന്ന് പറയണ. എന്താ മിനി, എന്താ പ്രശ്നം എന്താന്ന് ചോദിക്കണം. അത് പിന്നെ ഇതേ ഇവളാണ്ടെ ഈ പൂവ് എടുത്ത് കളയാണ്ട് നോക്കിയതാന്ന് പറയും. ആതിര പറഞ്ഞു, അച്ഛാ ഇത് ഈ വാടിയ പൂവാ, അത് ഞാൻ ഈ പൂജാമനോട് നിർത്ത് കളയാൻ തുടങ്ങിയപ്പോ അമ്മ പറഞ്ഞത് എടുത്ത് കളയണ്ടാന്ന്. ഇത് കേട്ടത് മിനി ജയനെ ഒന്ന് നോക്കി. പിന്നീട് പറഞ്ഞു, ചേട്ടനറിയാലോ ഈ പൂവ് എടുത്ത് കളഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കാൻ പോകുന്നുള്ളേ, അതുകൊണ്ട് എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല ചേട്ടാന്ന് പറയണം. അത് കുട്ടികൾക്ക് അറിയത്തില്ലാത്തോണ്ടല്ലേ, അവർക്ക് ഈ കാര്യങ്ങളൊന്നും അറിയത്തില്ലോ എന്ന് പറയണം. ആതിര ചോദിച്ചു, എന്താ കാര്യം ചോദിക്കുകയാണ്. ഒന്നുമില്ലാന്ന് മിനി പറയാണ്. മിനി, ഇനി ഒളിപ്പിച്ചു വെച്ചിട്ട് കാര്യമില്ല, കുട്ടികൾ എപ്പോഴാണ് സത്യങ്ങളൊക്കെ അറിയണമല്ലോ, അവരോട് പറഞ്ഞാൽ എന്താ കുഴപ്പമെന്ന് ചോദിക്കും. വേണ്ട ചേട്ടാ, ഇതെങ്ങാനും അമ്മ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താ സംഭവിക്കാൻ പോകുന്ന അറിയാലോ, കുട്ടികൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉടനെ അമ്മ അറിയൂന്ന് പറയാണ്. അമ്മ അറിഞ്ഞാൽ അത് വലിയ പ്രശ്നമാവെന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോ ആതിര പറഞ്ഞു, എന്താ അമ്മ, എന്താ കാര്യം, എന്താ, ഞങ്ങള് മുത്തശ്ശിയോടൊന്നും പറയാനൊന്നും പോകുന്നില്ല, കാര്യം എന്താന്ന് പറ എന്ന് പറയാണ്. ഇത് കേട്ടൻ ജയൻ പറഞ്ഞു, കുട്ടികൾ അറിഞ്ഞിരിക്കണ കാര്യങ്ങൾ എന്നൊക്കെ പറയാണ്. പിന്നീട് പറഞ്ഞു, ഞാൻ പറയാൻ പോകുന്ന കാര്യം മുത്തശ്ശിയോട് പോയി പറയോ, ഇല്ലാന്ന് പറയാണ്. ശരിയെന്ന് പറഞ്ഞിട്ട് ജയൻ ആ കാര്യങ്ങൾ പറയാണ്. ഇരിക്കുന്ന പൂക്കളുണ്ടല്ലോ, അത് ഗിരിദേവൻ തന്നാണ്, ആ പൂക്കള് ഉണ്ണിമ്മയുടെ ആയുസാന്ന് പറയാണ്. ഉണ്ണിമ്മയുടെ ആയുസോ എന്ന് ആതിര ചോദിക്കുകയാണ്. അതെ, ഉണ്ണിമ്മയുടെ ആയുസാ, ആ വൈറ്റ് പൂക്കളെല്ലാം ചുമന്ന പൂക്കളായി കഴിയുമ്പോൾ ഉണ്ണിമ്മയുടെ ആയുസ് തീരുമെന്ന് പറയാണ്. ഇത് കേട്ടതും ആതിരയ്ക്ക് കാര്യം മനസ്സിലായി. പക്ഷെ അഖിൽമോന് മനസ്സിലായില്ല. അന്ന് പറഞ്ഞാൽ എന്താ വലിച്ച ആയുസ് തീരുക എന്ന് പറഞ്ഞാല് ഉണ്ണിച്ചേച്ചിക്ക് എന്തെങ്കിലും സംഭവിക്കുമെന്ന് ചോദിക്കാം. ആതിര പെട്ടെന്ന് പറഞ്ഞു, അതെ ഉണ്ണിമോള് മരിക്കൂന്ന് പറയണേ. ഉണ്ണിമോള് മരിക്കുവോ, ഉണ്ണിച്ചേച്ചി മരിക്കണ്ട എന്ന് പറഞ്ഞിട്ട് അഖിൽമോൻ കരയാൻ തുടങ്ങി. മിനി പെട്ടെന്ന് ഒന്ന് ആശ്വസിപ്പിച്ചു, മോൻ കരയണ്ട കേട്ടോ, ഉണ്ണിച്ചേച്ചിക്ക് ഒന്നും സംഭവിക്കില്ല, മോൻ അയ്യപ്പസ്വാമിയോട് പ്രാർത്ഥിക്കണമെന്ന് പറയാം. പിന്നീട് ജയൻ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോ അവരോട് ആയിട്ട് പറഞ്ഞു. മിനി പറഞ്ഞു, അതെ ഈ കാര്യമൊന്നും മുത്തശ്ശിയോട് പോയി പറയല്ല, സത്യമാണല്ലോ, സത്യമാണ്, ഉണ്ണിമോളാണ് സത്യം, ഉണ്ണിമോളാണ് സത്യം, പറയത്തില്ല എന്ന് പറഞ്ഞ് രണ്ടുപേരും സത്യമൊക്കെ ചൊല്ലിക്കൊടുക്കുകയാണ്. പക്ഷെ കുഞ്ഞുങ്ങളല്ലേ, അവരുടെ മനസ്സിൽ എത്ര സമയം അതിരിക്കും. പിന്നീട് മുത്തശ്ശി ആ പട വിഷമിച്ചിരിക്കുകയാണ്. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഉണ്ണുമ്പോൾ ഇതിലായിട്ടും തിരിച്ചെത്തിയിട്ടില്ല. ആ ഒരു വിഷമത്തിൽ ഇരിക്കുന്ന സമയത്ത് അങ്ങോട്ട് അഖിൽമോനും ആതിരയും കൂടെ വരുവാണ്. അവര് വന്നിട്ട് മുത്തശ്ശനെ കെട്ടിപ്പിടിക്കുകയാണ്. അല്ല എന്ത് പറ്റിയെന്ന് പ്രത്യേക ഒരു സ്നേഹമൊക്കെ നിങ്ങൾ ഇവിടെ ഉണ്ടായിട്ടാണ് ഇത്ര സമയമായിട്ട് എൻ്റെ അടുത്തേക്ക് വരാത്തേന്ന് ചോദിക്കുകയാണ്. അത് പിന്നെ ഞങ്ങൾ അപ്പുറത്തായിരുന്നു എന്ന് പറയാണ്. അല്ല എന്താ കാര്യം, രണ്ടുപേരും കൂടെ എന്തോ ഒരു തരികിട ഉണ്ടല്ലോ എന്ന് പറയണേ. ഒന്നുമില്ല മുത്തശ്ശിയോടെ കൂടെ ഇരിക്കാനും കിടക്കാനും ഒക്കെ ആയിട്ട് വന്നാന്ന് പറയണേ. അപ്പൊ മിനി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇനിയിപ്പോ ഉണ്ണിമോളില്ല, ഉണ്ണിമോടെ സ്ഥാനത്ത് നിങ്ങൾ വേണം മുത്തശ്ശിനെ നോക്കാനായിട്ട്, മുത്തശ്ശിന്റെ ഇടം വല്ലോ നിന്ന് എപ്പോഴും നിങ്ങൾ കാവലായിട്ട് ഇരിക്കണം, മുത്തശ്ശിയുടെ കൂടെ ഇരിക്കാനും കിടക്കാനും ഒക്കെ ചെല്ലണം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഇത് കുട്ടികളുടെ മനസ്സിലുണ്ട്, അതുകൊണ്ടാണ് ആതിരമോളൊക്കെ അങ്ങനെ അടുത്ത് നിന്നിരിക്കുന്നത്. പിന്നീട് ആതിര പറഞ്ഞു, ഇന്ന് മുത്തശ്ശിയുടെ കിടക്കണേന്ന് പറയണം. അതെന്താ, അല്ല ഉണ്ണിമോൾ ഇവിടെ ഇല്ലല്ലോ, അപ്പൊ ഉണ്ണിമോൾക്ക് പകരം ഞങ്ങള് കിടക്കാന്ന് പറയണം. ഇത് കേട്ടതും മുത്തശ്ശി പറഞ്ഞു, ഉണ്ണിമോൾക്ക് പകരം വേറെ ആരും പറ്റത്തില്ല, ഉണ്ണിമോൾക്ക് പകരമാനായിട്ട് ഇവിടെ ആരെ കൊണ്ട് പറ്റില്ല. ഇത് കേട്ടോണ്ടാണ് മിനിയെ കൊണ്ടുവരുന്നത്. അന്തമ്മ അങ്ങനെ പറഞ്ഞേ, ഉണ്ണിമോൾക്ക് പകരം വേറെ ആരും ആവാൻ പറ്റില്ലെന്ന് പറഞ്ഞേ. അതെ ഉണ്ണിമോളുടെ സ്വഭാവം അറിയാലോ, ഉണ്ണിമോള് ചെറുപ്പത്തിൽ അത്രയ്ക്ക് അനുഭവിച്ചിട്ടുണ്ട്, അതുപോലെ അനുഭവത്തിൽ നിന്ന് കടന്നു വന്നുകൊണ്ട് ഉണ്ണിമോളും ഞാനും തമ്മിൽ അത്രയ്ക്ക് ഒരു ബന്ധമുണ്ട്, അവിടെ ഇരിക്കാനായിട്ട് ആരെ കൊണ്ട് സാധിക്കില്ല എന്ന് പറയണം. ഇത് കേട്ടത് മിനി പറഞ്ഞു, അമ്മ അങ്ങനെ പറയരുത്, എന്റെ മക്കള് ജനിച്ചത് എങ്ങനെയാണെന്നറിയാലോ, അവർക്ക് ഇച്ചിരി സൗഭാഗ്യം ഉണ്ടായിപ്പോയി. പക്ഷെ ഉണ്ണിമോളുടെ ജനനസമയത്ത് ഉണ്ണിമോളുടെ അച്ഛനും അവർക്ക് ആർക്കും പോലും വേണ്ടായിരുന്നു, അങ്ങനെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു ഉണ്ണിമോൾക്കുണ്ടായിരുന്നേ. പക്ഷെങ്കിൽ ആതിരയുടെ അവസ്ഥയൊന്നും അതല്ലായിരുന്നു, അതുകൊണ്ടല്ലേ എന്ന് പറയണേ. ഇത് കേട്ടതും മുത്തശ്ശി പറഞ്ഞു, എന്ത് തന്നെ ആയിക്കോളെ, എന്ത് തന്നെ ആയാലും ശരി, പക്ഷെ ഉണ്ണിമോൾക്ക് പകരം വേറെ ആരും ആവത്തില്ല എന്ന് പറയണം. മിനി പറഞ്ഞു, ഇവരിവിടെ ഇരുന്നോട്ടെ എന്ന് പറയണം.
ഇത് കേട്ടൻ മുത്തശ്ശൻ അതിനെന്താ കുഴപ്പം, ഇവിടെ ഇരുന്നോ, ഉണ്ണിമോള് വന്നിട്ട് നമുക്ക് എല്ലാവർക്കും കൂടി ഒന്നിച്ച് കിടക്കാന്നൊക്കെ പറയണം. പെട്ടെന്ന് അഖിൽമോൻ പറഞ്ഞു അതിനി ഉണ്ണിച്ചേച്ചി എന്നും പറയണം. പെട്ടെന്ന് മുത്തശ്ശി എന്താ മോനെന്ന് ചോദിക്കണം. മിനി എടാ അഖിലേന്നൊന്നും വിളിക്കുകയാണ്. അഖിലിന്റെ കാര്യം മനസ്സിലായി. എന്താ അഖിൽമാൻ എന്താ പറയാമെന്ന് മുത്തശ്ശി ചോദിക്കാണ്. ഒന്നുമില്ല മുത്തശ്ശി എന്ന് പറയാണ്. എന്തോ കാര്യമുണ്ടല്ലോ. ഓ ചിലപ്പോ അവനെ വിശക്കുന്നുണ്ടായിരിക്കും. വാ അഖിൽമാനെ പാല് തരാന്ന് മിനി പറയണേ. ഇത് കേട്ടതും അഖിൽമാൻ പറഞ്ഞു ശരി ഞാൻ വരാന്ന് പറയണം. എന്തോ കാര്യമുണ്ടല്ലോ, എല്ലാരും എന്നിൽ നിന്ന് എന്തോ മറയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഉണ്ണിച്ചേച്ചി എന്ന് പറഞ്ഞുകൊണ്ടാണ് അഖിൽമോൻ വന്ന്. പിന്നെ അവൻ എന്താ പറച്ചിൽ നിർത്തിയെന്ന് ചോദിക്കും. ഒന്നുമില്ല മുത്തശ്ശി, അത് മുത്തശ്ശിക്ക് വെറുതെ തോന്നിയതാന്ന് ആദ്യമോള് പറയണം. പിന്നെ ആദ്യമോളും അഖിൽമോനും അങ്ങോട്ട് എഴുന്നേറ്റ് പോകണം. മുത്തശ്ശിക്ക് ആ പടം വെപ്രാളമായി. എന്തോ ഇവര് മനസ്സിൽ കാര്യങ്ങൾ എന്തൊക്കെയോ ഒളിപ്പിക്കുന്നുണ്ട്. എത്ര ആലോചിച്ചിട്ടും എന്താണെന്നൊന്നും പിടികിട്ടിയില്ല. ഈ സമയം ആകെപ്പാടെ വിഷമത്തിലാണ് ഉണ്ണിമോള്. ഉണ്ണിമോൾ അങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് വാവ വന്നിട്ട് ചോദിച്ചു മനസ്സിലായി, ഉണ്ണിമോൾക്ക് വീട്ടിൽ പാത്തിന് സങ്കടമല്ലേന്ന് ചോദിക്കും. അതെങ്ങനെ വാവയ്ക്ക് മനസ്സിലായി? അതൊക്കെ എനിക്കറിയാം. വാവയ്ക്ക് മനസ്സ് വായിക്കാൻ അറിയാവോ? വേറെ ആരുടെ അറിയത്തില്ല, പക്ഷെ ഉണ്ണിമോടെ മനസ്സ് വായിക്കാൻ അറിയാന്ന് പറയാറ്. പക്ഷെ എനിക്ക് ഇവിടുന്ന് പോവാഞ്ഞിട്ട് വല്ലാത്ത വിഷമ. എനിക്ക് മനസ്സിലായി ഉണ്ണിമോടെ മനസ്സിലെന്താന്ന്. കാരണം കണ്ണപ്പഞ്ചേട്ടനെ കാണാൻ വന്നിട്ട് പിന്നെ ഇതുവരെയായിട്ട് ഉണ്ണിമോൾക്ക് വീട്ടിലേക്ക് പോകാൻ പറ്റിയിട്ടില്ലല്ലേ, അതിന്റെ സങ്കടമല്ലേന്ന് ചോദിക്കും. അതെ ആ സങ്കടം തന്നെയാന്ന് പറയണം. ഗിരിദേവൻ പറഞ്ഞു ഉണ്ണിമോൾക്ക് പോകാനുള്ള സമയമായില്ല, സമയമാതെ ഉണ്ണിമോൾക്ക് പോകാൻ പറ്റില്ലെന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഒരു ഞെട്ടലോടുകൂടി ഉണ്ണിമോള് ഗിരിദേവനെ നോക്കുക. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു. നന്ദി.